ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം സവാള തീയലാണ് കേട്ടോ. ഉള്ളി തീയലാണ്. അപ്പം ഞാനിവിടെ വലിയ സവാള വെച്ചിട്ടാണ് ആക്കുന്നത്, ചെറിയ ഉള്ളി വെച്ചിട്ടല്ല ആക്കുന്നത്. അപ്പം നമ്മളിതിന് വേണ്ടി തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ കുറച്ച് പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അതിലൊരു കട്ടി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അടുപ്പിൽ പാത്രം ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1 to 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് അരിഞ്ഞ സവാളയും അതുപോലെ കറിവേപ്പിലയും. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ നല്ല വറുത്തരച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് തേങ്ങ മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിത് ചൂടാക്കണം. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഈ പൊടികളെല്ലാം എടുത്ത് വെക്കാം. മല്ലിപ്പൊടി കൂടുതലാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി വന്നിട്ട് 1 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. ഞാൻ കശ്മീരി ചില്ലി പൗഡറാണ് യൂഷ്വലി യൂസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ എരിവൊന്നും ഉണ്ടാവില്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പാകമായിരിക്കും. അത് നന്നായി മൂപ്പിച്ചെടുത്ത് നല്ലൊരു മണം വരണം മസാലയുടെ. അത് കഴിഞ്ഞ് ഇത് തണുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒരു മിക്സി ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിത് അരച്ചെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് മിക്സിക്കും കേടാണ്, അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും വ്യത്യാസമുണ്ടാവും. അപ്പം ഞാനിതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അതേ പാത്രം അടുപ്പിൽ വെച്ചിട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ താളിപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടിട്ടുണ്ട്, അതുപോലെ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സവാള ഇട്ട് കൊടുക്കാം. ഇത് ചെറിയുള്ളി വെച്ച് ചെയ്താൽ ഇനിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ യൂഷ്വലി ഞാൻ വേറെ പച്ചക്കറിയൊന്നും ഇല്ലാത്ത ദിവസം എളുപ്പത്തിൽ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു വേര് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് ചെറിയുള്ളി വെച്ച് ചെയ്താൽ ഇനിയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം സവാള നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയിലൊക്കെ പുളീൻ്റെ ആ ടേസ്റ്റ് പിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് അതിലേക്ക് ഇച്ചിരി വെള്ളം, നമ്മൾ ആ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം എത്രയാണോ ആവശ്യം നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി അതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനൊരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. ഒത്തിരി വെള്ളം പോലെയല്ല, എന്നാൽ ഒത്തിരി തിക്കുമല്ല. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തന്നെ നല്ല മണം വരും. അപ്പം നമ്മുടെ തീയൽ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചോറിന് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. താങ്ക് യു.